വെൽക്കം ടു ഓൾ. നമുക്കിനി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസും ഫിനാൻഷ്യൽ പൊസിഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. 2 തരത്തിൽ വി ക്യാൻ ഐഡൻറ്റിഫൈ. ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സെക്കൻഡ് മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ് ഓർ ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ്. അതിനകത്ത് കൺവേർഷൻ മെത്തേഡ് ഓർ ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോയത്. നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻഅക്വറേറ്റ് അല്ലെങ്കിൽ അൺസയൻറ്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ അക്വറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് മെത്തേഡ്. എപ്പോഴാണോ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അസർട്ടൈൻ ചെയ്യേണ്ടി വരുന്നത്, ആ സമയത്ത് ഈവൻ നമ്മൾ അക്കൗണ്ട്സ് സിംഗിൾ എൻട്രിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പോലും വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു ഡബിൾ എൻട്രി സിസ്റ്റം. അങ്ങനെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, കൺവേർഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് അതിന് കുറച്ച് ഒബ്ജക്റ്റീവ് ഉണ്ട്. നമുക്ക് കൺവേർഷൻ ഓഫ് സിംഗിൾ എൻട്രി ഇൻ ടു ഡബിൾ എൻട്രി, ആ ഒരു മെത്തേഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ എല്ലാ ഡിഫക്ട്സും ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. നമ്മൾ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എല്ലാ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ അക്വറേറ്റ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. സോ അങ്ങനെ സിംഗിൾ എൻട്രിയിലുള്ള എല്ലാ ഡിഫക്ട്സും ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കംപ്ലീറ്റ് ഒരു മിനിറ്റ് കേട്ടോ. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരു കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ട്രാൻസാക്ഷൻ്റെ ഒരു കംപ്ലീറ്റ് റെക്കോർഡ്. നമ്മൾ പറഞ്ഞു സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഈസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ ആ ഇൻകംപ്ലീറ്റ് റെക്കോർഡിൽ നിന്നും ഒരു കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ഇനി തേർഡ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം അങ്ങനെ നമ്മൾ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ബാലൻസസ് ഓഫ് എവരി ലെഡ്ജർ അക്കൗണ്ട്. സോ വി ക്യാൻ അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ, ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഒരു റിലയബിൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ കൺവേർഷൻ മെത്തേഡിലൂടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുക എന്നതിൻ്റെ ഒബ്ജക്റ്റീവ്. പ്രൈം ഒബ്ജക്റ്റീവ് ഇത്രയേ ഉള്ളൂ, ഒരു അക്വറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കറിയാം ഈ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ സിംഗിൾ എൻട്രിയിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യില്ല, അത്രമാത്രം ബുക്സ് ഓഫ് അക്കൗണ്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. സോ ഈ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് ആക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അതിന് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്നറിയാം, അതിലെങ്ങനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യാമെന്നും അറിയാം. അതായത് വി വിൽ കമ്പയർ ദ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ഡിറ്റർമൈൻ ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ദെൻ അങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൃത്യം കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ ഒരു ചെറിയൊരു ക്യാഷ് ബുക്ക് ഉണ്ടാവും, പക്ഷേ ഒരു കംപ്ലീറ്റ്
ആക്കുക. ക്യാഷ് ബുക്കിലെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തിട്ട് വി ഹാവ് ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്കിൽ നിന്ന് വി വിൽ ഗെറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഫസ്റ്റ് പ്രൊസീജിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്കിനി അടുത്തത് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് അർത്ഥം. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരിക. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് വരുന്ന ഫിഗേഴ്സ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണുന്നതാണ്. ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ്, അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ബിൽ പേയബിൾ ഇഷ്യൂഡ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അങ്ങനെ കുറേ ഫിഗേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പല ഫിഗേഴ്സും എന്തായിരിക്കും, മിസ്സിങ് ആയിരിക്കും. ബിക്കോസ് വി ആർ മെയിൻറ്റൈനിങ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അണ്ടർ സിംഗിൾ എൻട്രി. സോ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി ഈ ഫിഗേഴ്സൊക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഈ മിസ്സിങ് ഫിഗേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അസർട്ടൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈ മിസ്സിങ് ഫിഗേഴ്സ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഈ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഏതാണോ മിസ്സിങ് അത് നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ ബിൽ റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ബിൽ പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മിസ്സിങ് ഫിഗർ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി എന്താണ്, ഈ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ടോട്ടൽ സെയിൽ അല്ലെങ്കിൽ ടോട്ടൽ പർച്ചേസ് എത്രയാണെന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമുക്ക് അപ്പം ഇങ്ങനത്തെ ഒരു അക്കൗണ്ട്സ് ഒക്കെ കിട്ടിയാൽ നമുക്കിനി എക്സ്പെൻസുകൾ വേണം, ലോസ്, ഇൻകം അതൊക്കെ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്കിനകത്താണല്ലേ നമ്മൾ മിക്ക എക്സ്പെൻസുകളും വി വിൽ പേ ബൈ വേ ഓഫ് ക്യാഷ് അല്ലെങ്കിൽ വി വിൽ ഡിസ്പോസ് ബൈ വേ ഓഫ് ക്യാഷ് ഓർ ചെക്സ്. അപ്പോൾ ക്യാഷ് ബുക്കിനകത്ത് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോമിനൽ അക്കൗണ്ട്സിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs പ്രിപ്പയർ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തു. പിന്നെ നമ്മുടെ മിസ്സിങ് ഫിഗറുകൾ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ, മിസ്സിങ് ഫിഗറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വി പ്രിപ്പയർഡ് വാരിയസ് അക്കൗണ്ട്സ്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ വി റിക്വയർ ദ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഓഫ് നോമിനൽ അക്കൗണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ബുക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഒരുവിധം വി മെയിൻറ്റൈൻഡ് എവറി അക്കൗണ്ട് ആൻഡ് എവറി സബ്സിഡറി ബുക്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രി പ്രോസസ്സിലേക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. എന്തിന്, അരിത്തമെറ്റിക്കൽ അക്യുറസി, നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു അത് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രിപ്പയർ ദ ട്രയൽ ബാലൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താണ്, നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞാലും ഈ സിംഗിൾ എൻട്രിയിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടാവില്ല. ഡിപ്രീസിയേഷൻ ബിക്കോസ് വി ആർ നോട്ട് മെയിൻറ്റൈനിങ് റിയൽ അക്കൗണ്ട്സ് അണ്ടർ സിംഗിൾ എൻട്രി. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. വി ഹാവ് ടു മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദീസ് ഐറ്റംസ് ടു കൺസേൺ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും we are prepared or every information is in hand in the form of accounts and subsidiary books. So നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, യൂഷ്വൽ മാനറിൽ പ്രിപ്പയർ ചെയ്യാം. കാരണം എന്താണ്, നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ട്, റിയൽ അക്കൗണ്ട്സിൻ്റെ ഇൻഫോർമേഷൻ ഉണ്ട്, എല്ലാ ഇൻഫോർമേഷനും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോർമൽ ഫോർമാറ്റിൽ വി ക്യാൻ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതൊന്ന് പഠിച്ചിരിക്കുക സിമ്പിളായിട്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു മിസ്സിങ് ഫിഗർ.
അപ്പോൾ മിസ്സിങ് ഫിഗർ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിച്ച് കൺവേർഷൻ മെത്തേഡ് ചോദിച്ചില്ലെങ്കിലും നമ്മൾ ഓരോ ഫിഗറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് സെയിൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 2 തരം സെയിലാണ് ഉണ്ടാവുക. ക്യാഷ് സെയിൽസും ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ക്യാഷ് സെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. കാരണം എന്താണ്, ക്യാഷ് ടു സെയിലാണ് അതിൻ്റെ എൻട്രി, സെയിൽ നടന്നു കഴിഞ്ഞാൽ. അതുപോലെ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ക്രെഡിറ്റ് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ എൻട്രി എന്താണ്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ. സോ നമ്മൾ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ദ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ പെർഫോമ ഓഫ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നോക്കൂ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ബ്രോ ഡൗൺ, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഡെപ്റ്റേഴ്സിന് വല്ലതുണ്ടെങ്കിൽ അതെഴുതും. ഇനി ഈ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് മൊത്തം എന്താണ്? നമ്മുടെ ആ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബിൽ റിസീവബിൾ ഡിസോണേഡ്, നമ്മളൊരു ബില്ല് ഇഷ്യൂ ചെയ്തു, പക്ഷെ അതെന്താണ്, അവരൊരു ബില്ല് ഇഷ്യൂ ചെയ്തു, പക്ഷെ അതെന്താണ്, ഡിസോണറായി. അതായത് എന്താണ്, അപ്പോൾ വീണ്ടും അത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടും. അപ്പോൾ അത് ഡിസോണർ ആയിട്ടുള്ള ബില്ലിൻ്റെ എമൗണ്ട്. അതുപോലെ ഫ്രൈറ്റ് ചാർജസ്. പിന്നെ ചില കേസുകളിൽ നമ്മൾ 10,000 രൂപ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചില ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും ഓരോ മാസവും. സോ അപ്പോൾ അതെന്ത് ചെയ്യും? ടോട്ടൽ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് വീണ്ടും നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലുള്ളത്. പിന്നെ അങ്ങനെ ട്രാൻസ്ഫർ, അങ്ങനെയുള്ള ടോട്ടൽ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ഡിസോണേർഡ് ബിൽ റിസീവബിൾ, ഫ്രൈറ്റ് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ അക്കൗണ്ട്, ട്രാൻസ്ഫേഴ്സ്, അങ്ങനെയുള്ള ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടുന്ന ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഉണ്ടാവുക. ഇനി ക്രെഡിറ്റ് സൈഡിലാകുമ്പോൾ എന്താണ്, നമുക്കറിയാം എന്താണ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. ഡെപ്റ്റർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. സോ എന്താണ്, നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ എഴുതാ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നതാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, നമുക്കറിയാം ഡെപ്റ്റർ നമുക്ക് നമ്മുടെ കസ്റ്റമർ കടത്തിന് മേടിക്കുമ്പോഴാണ് അയാൾ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ പൈസ തന്നാൽ എന്താണ്, അയാളുടെ കടം കുറയും. സോ ആ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അയാൾ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ്, ചില കേസുകളിൽ ബിൽ റിസീവബിൾസ് ഇഷ്യൂ ചെയ്യും, അതെന്ത് ചെയ്യും, അതും എന്താണ്, അയാളുടെ കടം കുറയ്ക്കും. പിന്നെ ഡിസ്കൗണ്ട്സ്, നമ്മൾ തന്നെ പെട്ടത്തിൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി ഒരു 10% ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 40,000 രൂപ കിട്ടാണെങ്കിൽ 10% ഡിസ്കൗണ്ട് പറഞ്ഞാൽ 4,000 രൂപ കുറവേ ആൾ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കൗണ്ടുകൾ. അതുപോലെ റിട്ടേൺ ഇൻവേർട്സ്, അതായത് അവർ സാധനം പർച്ചേസ് ചെയ്തു, എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം നമ്മൾക്കത് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ ഇൻവേർട്സ്. പിന്നെന്താണ്, പിന്നെ വരുന്നത് അലവൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുപോലെ ബാഡപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക. പിന്നെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ് വരിക. എന്നിട്ട് ഈ 2 ബാലൻസിങ് ഫിഗർ, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ്, ഓപ്പണിംഗ് ബാലൻസ്, അതായത് ബാലൻസ് ബ്രോ ഡൗൺ, പിന്നെ ഡിസോണേർഡ് ബിൽസ്, ഫ്രൈറ്റ്, ഇൻട്രസ്റ്റ്, പിന്നെ ക്രെഡിറ്റ് സെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് വരിക. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടുന്ന ഐറ്റംസ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ വരിക, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, ബാങ്ക് ട്രാൻസ്ഫേഴ്സ്, ബിൽ റിസീവബിൾ, ഡിസ്കൗണ്ട്സ്, റിട്ടേൺ ഇൻവേർട്സ്, അലവൻസസ്, ട്രാൻസ്ഫേഴ്സ്, ബാഡപ്റ്റ്, ക്ലോസിംഗ് ബാലൻസ്. ഇത് കാണാതെ പഠിക്കുക, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടുന്നതാണ് ഡെബിറ്റിൽ, കുറയ്ക്കുന്നതാണ് ക്രെഡിറ്റ് സൈഡിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താണോ മിസ്സിങ് അത് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കുക,
ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ascertain total sales. Balance of debtors on 1st January 2019 24,000. അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും 24,000. സെയിൽസ് റിട്ടേൺ 10,000. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിട്ടേൺ ഇൻവേർഡ്, അതായത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്ന സാധനമാണ് 10,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് 90,000. ഡിസ്കൗണ്ട് അലൗഡ് ടു ദം 6,000. ബിൽ റിസീവബിൾ റിസീവ്ഡ് 34,000. ബാഡ് ഡെപ്റ്റ് 3,000. ബിൽ റിസീവബിൾ ഡിസോണേർഡ് 7,000. ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ഓൺ 31/12/2019 20,000. അതായത് ക്ലോസിംഗ് ബാലൻസ്. ക്യാഷ് സെയിൽസ് 50,000. കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാം സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ സെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. നമുക്കറിയാം ഡെബിറ്റ് സൈഡ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് എമൗണ്ട്. ഇനി നമുക്കറിയാം ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, ഓപ്പണിംഗ് ബാലൻസ്, അതായത് ബാലൻസ് ബ്രോ ഡൗൺ ഇവിടെ വരിക നമ്മുടെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ്? 24,000. അത് കിട്ടി. ഇനി അടുത്തായിട്ട് എന്താണ്? സെയിൽസ് റിട്ടേൺ 10,000. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ സെയിൽ ചെയ്തു, അതിൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ കസ്റ്റമർ റിട്ടേൺ ചെയ്തതാണ്. സോ നമുക്കറിയാം ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണ്. ഇപ്പോൾ 40,000 രൂപയുടെ സാധനം നമ്മൾ വിറ്റുണ്ടെങ്കിൽ 10,000 രൂപയുടെ സാധനം റിട്ടേൺ ചെയ്താൽ അവർ എത്ര രൂപ തരാനുള്ളൂ? 30,000 ഉള്ളൂ. അല്ലെങ്കിൽ ആ ഫോർമാറ്റ് ഓർക്കുക. സെയിൽസ് റിട്ടേൺ എവിടെയാണ് കിടക്കണമെന്ന് നോക്കി നോക്കുക. റിട്ടേൺ ഇൻവേർഡ് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് 10,000. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് 90,000. നമുക്കറിയാം ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് നമ്മൾ എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ബിക്കോസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 90,000 എഴുതി. ഇനി ഡിസ്കൗണ്ട് അലൗഡ് ടു ദം. അപ്പോൾ അതായത് നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് അതും നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അതൊക്കെ എന്താണ്? നമ്മുടെ ഡെപ്റ്റേഴ്സ് എമൗണ്ട് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് 6,000. അപ്പോൾ 6,000 എഴുതി. ഇനി അടുത്തത് ബിൽ റിസീവബിൾ റിസീവ്ഡ്. നമുക്കറിയാം ബിൽ റിസീവബിൾ റിസീവ്ഡ് എന്താണ്? ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ പെർഫോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് വിൽ ഷോൺ ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ബിൽ റിസീവബിൾ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 34,000. ഇനി അടുത്തായിട്ട് എന്താണ്? ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 3,000. അതും ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബിക്കോസ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് 3,000 എഴുതി. ഇനി ബിൽ റിസീവബിൾ ഡിസോണേർഡ്. നമുക്കറിയാം ബിൽ റിസീവബിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. സോ അത് ഡിസോണർ ആയാലോ ഇറ്റ് വിൽ എഗൈൻ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്. സോ അത് നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ബിൽ റിസീവബിൾ ഡിസോണേർഡ് എത്രയാണ്? 7,000. ഇനി വരുന്നത് എന്താണ്? ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ഓൺ 31/12/2019. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. നമുക്കറിയാം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് നമ്മൾ എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ടോട്ടൽ ഡെപ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. സോ ബാലൻസ് ക്യാരി ഡൗൺ 20,000. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്തല്ല? നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നതല്ല. ബിക്കോസ് ക്യാഷ് സെയിൽസിൻ്റെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിലാണ്. സോ നമ്മൾക്ക് കിട്ടാവുന്ന തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഓർക്കുക ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫോർമാറ്റ് കാണാപ്പാഠം പഠിക്കുക. ശരിക്കും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കൂട്ടുന്നത് വി വിൽ ഡെബിറ്റ് ഇൻ ദ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട്
എമൗണ്ട് കുറയ്ക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഫോർമാറ്റ് കാണാതെ പഠിക്കുക. നോർമലി ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, റിട്ടേൺ ഇൻവേർഡ്സ് ഓർ സെയിൽസ് റിട്ടേൺ, ബിൽ റിസീവബിൾ, ഇതൊക്കെ വി വിൽ ക്രെഡിറ്റ് ഇൻ ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിൽസ്, പിന്നെ ബിൽ റിസീവബിൾ ഡിസോണേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. സോ എന്താണിത്, ബാലൻസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ക്രെഡിറ്റ് സെയിലിൻ്റെ ഇത്. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കി നോക്കൂ. 90,000, 6,000, 34,000, 3,000, 10,000, 20,000. ടോട്ടൽ എത്രയാണ്, 1,63,000. ഡെബിറ്റ് സൈഡിലോ ഓപ്പണിംഗ് ബാലൻസ് 24,000, ഡിസോണേർഡ് 7,000 ആണ്. അതായത് 31,000 ആണ് ഉള്ളത്. അപ്പോൾ 1,63,000 മൈനസ് 31,000, ബാലൻസിങ് ഫിഗർ എത്ര വരിക, 1,32,000. അതെന്തായിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ മിസ്സിംഗ് ഫിഗർ ആയ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും 1,32,000. ഇങ്ങനെയാണ് നമ്മൾ മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കുക. അപ്പം നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അസർട്ടൈൻ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇവിടെ ക്യാഷ് സെയിൽസ് 50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ 50,000 പ്ലസ് 1,32,000, 1,82,000 ആണ് എന്ത്, ടോട്ടൽ സെയിൽസ്. അപ്പം ഇതാണ് കൃത്യമായിട്ട് നമ്മൾ ഫോർമാറ്റ് പഠിച്ചാൽ അവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ എളുപ്പമാണ്. ഷോർട്ട് എസ്സേക്കൊക്കെ വന്നാൽ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ താങ്ക് യു. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം.